Textbook problem, page number 227. For the coordinates of all points on the line joining the points 2, 4 and 5, 6, what is the relation between the x change and the y change? Okay. 2, 4, 5, 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയിലെ ബിന്ദുക്കളുടെ സൂചക സംഖ്യകളിൽ x മാറ്റവും y മാറ്റവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻ പറയുന്നതിനെയാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത് തന്നെയാണ് എക്സ് ചേഞ്ചും വൈ ചേഞ്ചും. ഓക്കെ, അതായത് x2 മൈനസ് x1, y2 മൈനസ് y1 അങ്ങനെയുള്ള മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് തന്നെയാണ്. നമുക്ക് ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ എന്താണോ പറഞ്ഞ് അതിനനുസരിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ x change and the y change. മലയാളത്തിലാവുമ്പോൾ നമ്മൾ പറയാം എക്സ് മാറ്റവും വൈ മാറ്റവും തമ്മിലുള്ള ബന്ധം. അത് കാണണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻ തന്നെയാണ്. x minus x1 by x2 minus x1 is equal to y minus y1 by y2 minus y1. Okay, so x minus x1 ആദ്യത്തെ പോയിന്റിന്റെ x കോർഡിനേറ്റ് 2 ആണ്, by x2 minus x1 x മാറ്റം 5 minus 2, that's equal to y minus y1 4 ആണ് y1, y2 minus y1 6 minus 4. Okay, നമുക്ക് എന്ത് കിട്ടും? x minus 2 by 3 is equal to y minus 4 by 2 ആണല്ലോ. സോ രണ്ട് ഫ്രാക്ഷൻസ് കിട്ടി, രണ്ട് ഭാഗത്തും ഡിനോമിനേറ്റേഴ്സ് നോക്കൂ. 3ഉം 2 ആണ്, കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അതായത് 3ഉം 2ഉം ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 ഇങ്ങോട്ട് എടുക്കും, 3 ഇങ്ങോട്ടേക്ക് എടുക്കും. സോ 2 into x minus 2 is equal to 3 into y minus 4. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 into x 2x minus 2 into 2 4. ഓക്കെ, റൈറ്റ് സൈഡിലും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 into y 3y minus 3 into 4 12. ഇനി നമ്മൾ സാധാരണ ഇക്വേഷൻ എഴുതുന്ന പോലെ തന്നെ എഴുതാം. എക്സിന്റെ ടേം ആണ് ആദ്യം എഴുതുക. സോ 2x ലെഫ്റ്റ് സൈഡിലുണ്ട്, വൈയുടെ ടേം ആയ 3y ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 3y ആവും. കോൺസ്റ്റന്റ് ടേംസ് -4 ഓൾറെഡി ലെഫ്റ്റ് സൈഡിലുണ്ട്, സോ -4 തന്നെ എടുത്തെഴുതി. ഇനി -12 റൈറ്റ് സൈഡിലുള്ളതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് +12 ആവും. അപ്പൊ റൈറ്റ് സൈഡിൽ ഒന്നുമില്ല, ബാക്കി 0. സോ നമുക്ക് കിട്ടി 2x minus 3y minus 4 plus 12 എന്ന് പറഞ്ഞാൽ 12 minus 4 ആണ്, +8 ആണ്, is equal to 0. ഇതാണ് the required relation between the x change and the y change. x മാറ്റവും y മാറ്റവും തമ്മിലുള്ള ബന്ധം. ഒരു SSLC ക്വസ്റ്റ്യൻ ആണ്, മാർച്ച് 2017 ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്സ് ക്വസ്റ്റ്യൻ. A minus 2 1 C 10 10 are 2 points in a line. B lies between A and C. AB is to AC is equal to 1 is to 3. Find the length of AB. Find the coordinates of B. Write the equation of AB. A minus 2 1, C 10 10 എന്നിവ ഒരു വരയിലെ രണ്ട് ബിന്ദുക്കളാണ്. A, C എന്നീ ബിന്ദുക്കൾക്കിടയിലാണ് B. AB is to AC 1 is to 3 ആണെങ്കിൽ AB യുടെ നീളം കാണുക, B യുടെ സൂചക സംഖ്യകൾ കാണുക, AB യുടെ സമവാക്യം എഴുതുക. അപ്പൊ തന്ന ക്വസ്റ്റ്യൻ എന്താണ്? സോ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, എയും സിയും. ഈ രണ്ട് പോയിന്റ്സും ഒരു ലൈനിലെ പോയിന്റ്സ് ആണ്. ഓക്കെ, എന്റെ കോർഡിനേറ്റ്സ് -2 1 എന്ന് തന്നിട്ടുണ്ട്, സിന്റെ കോർഡിനേറ്റ്സ് 10 10 എന്ന് തന്നിട്ടുണ്ട്. പിന്നെയോ B lies between A and C. എയുടെയും സിയുടെയും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ് B. അപ്പൊ B എവിടെയെങ്കിലും നമുക്ക് മാർക്ക് ചെയ്തതിന്റെ ഇടയ്ക്ക് മാർക്ക് ചെയ്തു. പിന്നെന്താ തന്നിരിക്കുന്നത്? AB is to AC എന്ന് പറയുന്നത് 1 is to 3 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ABയുടെ ലെങ്ത്തും AC-യുടെ ലെങ്ത്തും കണ്ടുപിടിച്ചാൽ അവ തമ്മിലുള്ള റേഷ്യോ 1 is to 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ABയുടെ ലെങ്ത് കാണും. അപ്പൊ നമുക്ക് AB ആയിട്ട് റിലേഷൻ വന്നിരിക്കുന്നത് AC ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ABയുടെ ലെങ്ത് കാണണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? AC-യുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ,
ലെങ്ത് ഓഫ് എ സി. എ സിയുടെ നീളം കാണണം. എയും അറിയാം സിയും അറിയാം. ലെങ്ത് എന്ന് പറഞ്ഞാൽ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യുക. സോ നാലാമത്തെ ഫോർമുല യൂസ് ചെയ്യാം. ബിക്കോസ് ഇവിടെ എക്സ് കോർഡിനേറ്റ് സെയിം അല്ല, വൈ കോർഡിനേറ്റ് സെയിം അല്ല, ഒരു പോയിന്റ് ഒറിജിനും അല്ല. സോ റൂട്ട് ഓഫ് എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് വലിയ നമ്പറായ 10 നിന്ന് ചെറിയ നമ്പറായ -2 കുറച്ച് സ്ക്വയർ ഇടും, പ്ലസ് പിന്നെ 1ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ്, 1ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. സോ 9 സ്ക്വയർ എന്ന് എഴുതും. ഓക്കെ, ഇനി റൂട്ട് ഓഫ് 10 മൈനസ് -2 എന്ന് പറയുമ്പോൾ 12 ആണ്. സോ 12 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി 12 സ്ക്വയർ എത്രയാ? 144 ആണ്. 12 × 12 144 കിട്ടും. 9 സ്ക്വയർ എത്രയാ? 81 ആണ്. അപ്പോൾ 144ന്റെ കൂടി 81 കൂട്ടിയാൽ നമുക്ക് 225 എന്ന് കിട്ടും. 225 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? 15ന്റെ സ്ക്വയർ ആണ്. ആണല്ലോ. റൂട്ട് 225 15 ആണ്. ഇത് കാണാണ്ട് പഠിക്കണം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ആ ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് 25 വരെയുള്ളത് 30 വരെയുള്ളത് കാണാണ്ട് പഠിക്കും. ഓക്കെ, സോ 15 എന്ന് ലെങ്ത് ഓഫ് എ സി കിട്ടും. അപ്പൊ നോക്കിക്കോളൂ, എ ബിയുടെ ലെങ്ത് ആണ് കാണേണ്ടത്. വി ഹാവ്, അപ്പൊ ആ റേഷ്യോ യൂസ് ചെയ്യണം. വി ഹാവ് എ ബി ഈസ് ടു എ സി എന്ന് പറയുന്നതാണ് 1:3. ഓക്കെ, അതായത് എ ബി നമുക്കറിയില്ല. എ ബി ഈസ് ടു 15 എന്ന് പറയുന്നതാണ് 1:3. സോ ഇങ്ങനെ രണ്ട് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ അത് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അത് എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ എ ഡി ഈസ് ഈക്വൽ ടു ബി സി ആയിരിക്കും. ഈ അറ്റത്തുള്ള രണ്ടെണ്ണത്തിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. രണ്ട് റേഷ്യോ ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ അറ്റത്തുള്ളതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എ ബി × 3 എന്താ? 3 is equal to നടുവിലത്തെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 15 × 1 50. 3ab 15 കിട്ടിയാൽ വാട്ട് ഇസ് എ ബി? എ ബി കാണണമെങ്കിൽ 3 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. സോ 15/3 ദറ്റ്സ് ഈക്വൽ ടു 5 യൂണിറ്റ്സ് എന്ന് കിട്ടും. സോ നമുക്ക് ഒന്നാമത്തെ ആൻസർ കിട്ടി. ദ ലെങ്ത് ഓഫ് എ ബി, ദ ലെങ്ത് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ്സ്. എ ബിയുടെ നീളം 5 യൂണിറ്റ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ബി കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി. നമുക്ക് ബിന്റെ കോർഡിനേറ്റ്സ് കാണണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം എ ബിയുടെ ലെങ്ത്, എ മുതൽ ബി വരെയുള്ള ലെങ്ത് 5 ആണ്. ഓക്കെ, എ സിയുടെ ലെങ്ത് 15 ആണ്. ഇത് മൊത്തം 15 ആണ്. അങ്ങനെയാണെങ്കിൽ ബി മുതൽ സി വരെയുള്ള ലെങ്ത് എത്രയാണ്? 10 ആണ്. ഓക്കെ, ആ കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി ഈ എ സി എന്ന് പറഞ്ഞ ലൈനിനെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും? ഇവിടം വരെ 5, ഇവിടം വരെ 10. അങ്ങനെ പറഞ്ഞാൽ ബി ഡിവൈഡ്സ് എ സി ഇൻ ദ റേഷ്യോ 5:10. ഓക്കെ, 5:10 നമുക്ക് ഏറ്റവും ചുരുക്കത്തിൽ എഴുതാം. എങ്ങനെ? 5ഉം 10ഉം 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1ഉം 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2ഉം കിട്ടും. സോ നമുക്ക് എഴുതാൻ പറ്റും ബി ഡിവൈഡ്സ് എ സി ഇൻ ദ റേഷ്യോ 1:2. ഓക്കെ, ആ രീതിയിൽ വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. വി ഹാവ് AB is equal to 5 units, AC is equal to 15 units. Okay, therefore BC is equal to 10 units. ആണല്ലോ, ഫിഗർ നോക്കിയിട്ട് എഴുതാം. That is B divides AC. കാരണം ഓൾറെഡി തന്നിട്ടുണ്ട് ബി എ സിയുടെ നടുവിലെ പോയിന്റ് ആണ്. നടുവിലല്ല, ബി സിയുടെ ഇടയ്ക്ക് വരുന്ന പോയിന്റ് ആണ്. ദാറ്റ് ഇസ് ബി ഡിവൈഡ്സ് എ സി ഇൻ ദ റേഷ്യോ 5:10. ദാറ്റ്സ് ഈക്വൽ ടു 1:2. 1:2 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഒരു പോയിന്റ് രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിനെ
ഒരു തന്നിരിക്കുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ റേഷ്യോ ഫോർമുലയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ യൂസ് ചെയ്തത്. Therefore by ratio formula coordinates of B എങ്ങനെ കാണാം? രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ്? എയും സിയും ആണല്ലോ. എയുടെ കോർഡിനേറ്റ്സ് -2 1 ഉം സിന്റെ കോർഡിനേറ്റ്സ് 10 10 ഉമാണ്. അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ നമ്പറിനെ നമ്മൾ രണ്ടാമത്തെ XY കോർഡിനേറ്റ്സിനോടും രണ്ടാമത്തെ നമ്പറിനെ ഒന്നാമത്തെ XY കോർഡിനേറ്റ്സുമായിട്ടും കണക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ what you get the x coordinate of B 1 into 10 10 plus 2 into -2 -4 by 1 plus 2 3. Okay, അടുത്തത് 1 into 10 10 plus 2 into 1 2 by 1 plus 2 3. So 10 plus -4 എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും വന്നാൽ മൈനസ് ആവും. 10 minus 4 എന്ന് കിട്ടും. ദാറ്റ് ഇസ് 6. 6 by 3 10 plus 2 12 12 by 3. 6 by 3 ഏതാണ്? 3. 12 by 3 എന്താണ്? 4. സോ കോർഡിനേറ്റ്സ് ഓഫ് ബി എന്താണ്? 3 4 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതിലേക്ക് പോകാം. റൈറ്റ് ഇക്വേഷൻ ഓഫ് എ ബി. ഇക്വേഷൻ ഓഫ് എ ബി. ഇക്വേഷൻ എഴുതാൻ നമ്മൾ 2 point ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. എ ബിയുടെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. വി ഹാവ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ -2 1. കോർഡിനേറ്റ്സ് ഓഫ് ബി നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു 3 4. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിയാൽ എ ആൻസർ കിട്ടിയില്ലെങ്കിൽ ബിയും കിട്ടില്ല, സിയും കിട്ടില്ല. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും പ്രാക്ടീസ് ചെയ്യാം. സോ എ ബി തന്നിട്ടുണ്ട്. വി ക്യാൻ ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ബി. വി ഹാവ് 2 point ഫോർമുല. എങ്ങനെ 2 point ഫോർമുല എഴുതാം? x minus x1 by x2 minus x1 equal to y minus y1 by y2 minus y1. അപ്പോൾ x1 ഉം x2 ഉം y1 ഉം y2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് x മൈനസ് x1 എന്താ? a ആണ് ഫസ്റ്റ് പോയിന്റ്. സോ എയുടെ x കോർഡിനേറ്റ് -2 by x2 minus x1 3 minus -2 is equal to y minus y1. y1 എന്ന് പറയുന്നത് 1 ആണ്. by y2 minus y1 4 minus 1. അപ്പോൾ നമുക്ക് x minus -2 എന്ന് പറയുമ്പോൾ x plus 2 ആവും. 3 minus -2 എന്ന് പറയുമ്പോൾ 3 plus 2 5. y minus 1 by 4 minus 1 എന്താ? 3. നമുക്ക് ഡിനോമിനേറ്റേഴ്സ് നോക്കാം. 5 ഉം 3 ഉം ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നില്ല. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ x plus 2 into 3 ചെയ്യും. സോ 3 into x plus 2 is equal to 5 അങ്ങോട്ട് എടുക്കും. So 5 into y minus 1. Open the bracket. 3 into x 3x plus 3 into 2 6. That's equal to 5 into y 5y minus 5 into 1 5. ആണല്ലോ. ഇനി x എല്ലാ ടേംസിലും ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതും. ആദ്യം നമ്മൾ എക്സിന്റെ ടേം എഴുതും 3x. ഇനി വൈയുടെ ടേം എഴുതണം. അത് നമുക്ക് റൈറ്റ് സൈഡിലുള്ളത്. സോ 5y. അതിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. ഇത് പ്ലസ് 5y ആണ്. മുമ്പിൽ ഒരു സൈനും ഇല്ലെങ്കിൽ പ്ലസ് എന്ന് കണക്ക് കൂട്ടണം. അപ്പോൾ അത് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ എന്താവും? -5y ആവും. ഇനി കോൺസ്റ്റന്റ് ടേംസ്. ഇവിടെ +6 ഉണ്ട്. ഇവിടെയുള്ള -5 ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ +5 ആവും. സോ റൈറ്റ് സൈഡിൽ ബാക്കി 0. നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തി. 3x minus 5y plus 6 plus 5 എത്രയാ? 11. 11 equal to 0 എന്നതാണ് ഇക്വേഷൻ ഓഫ് എ ബി.